എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പൊങ്കാലത്തലേന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാ ഇന്നത്തെ വീഡിയോ. ചിറമുക്ക് വഴി നമ്മൾ മണക്കാട് എത്തിയിട്ടുണ്ട്. മണക്കാട് പള്ളിയാണ് ഈ അലങ്കരിച്ച് കാണുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഈ വെസ്റ്റ് ഫോർട്ടാണ്. വെസ്റ്റ് ഫോർട്ട് എത്തിയിട്ടുണ്ട്. വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് നമ്മൾ ഈസ്റ്റ് ഫോർട്ട് വഴി ആയുർവേദ കോളേജ് പാളയം വഴി നമ്മൾ പട്ടം വരെ പോയിട്ടാണ് തിരികെ വരുന്നത്. ഓരോ സ്ഥലങ്ങളിലും ദേവിയുടെ രൂപവും വിഗ്രഹവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വിളക്കെല്ലാം കത്തിച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഗാനമേളയും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടാകും. ഈ ദിവസം ട്രിവാൻഡ്രം പ്രത്യേക ഒരു വൈബാണ്. ഈ കാണുന്നത് പാളയത്തെ ഗണപതി അമ്പലം, അത് കഴിഞ്ഞിട്ട് പാളയം പള്ളി, ഇത് പാളയം ക്രിസ്ത്യൻ പള്ളിയാണ് കാണുന്നത്. എല്ലാം കണ്ട് കറങ്ങിത്തിരിഞ്ഞ് വീട്ടിലെത്തിക്കുമ്പോഴേക്കും ഒരു 2 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. പൊങ്കാല കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞാണോ പൊങ്കാലത്തലേന്ന് വീഡിയോ ആയിട്ട് വരുന്നതെന്നായിരിക്കും വിചാരിക്കുക അല്ലേ. കുട്ടികളുടെ സ്കൂളിൽ പ്രോഗ്രാമും അടുത്ത അമ്പലത്തിലെ ഉത്സവവും ഒക്കെ ആയിട്ട് ഇച്ചിരി ബിസി ആയിപ്പോയി. എന്തായാലും എടുത്ത വീഡിയോ കളയണ്ടെന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്തതാണ്. ക്ഷമിച്ചിരിക്കണേ. ഓരോ പ്ലേസിൽ ഗാനമേള നടക്കുന്നതും അവിടെ ആൾക്കാർ വന്ന് പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് എൻജോയ് ചെയ്യുന്ന വീഡിയോ ആയി കാണുന്നത്. പട്ടം ജംഗ്ഷൻ വരെയാണ് നമ്മൾ സാധാരണ പോകാറ്. പട്ടം ജംഗ്ഷനൊക്കെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഒരു ജ്യൂസെല്ലാം കുടിച്ച് തിരിച്ച് കവടിയാറ് വഴി വെള്ളയമ്പലം വഴി തിരികെ പാളയത്തെത്തും. ഓരോ പ്ലേസസിലും അടുത്ത ദിവസം കൊടുക്കേണ്ട അന്നദാനം കൊടുക്കേണ്ടതിൻ്റെയും അതുപോലെ ദാഹജലത്തിന് വേണ്ടിയിട്ടും ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് രാത്രി തന്നെ തുടങ്ങിയിട്ടുണ്ട്. പാളയം ജംഗ്ഷനിൽ ദേവിയുടെ രൂപം വച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു 2 മിനിറ്റ് പുറത്തിറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞത് ഈ പാളയത്ത് ഗാനമേള നടക്കുവാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആയുർവേദ കോളേജ് വഴി തമ്പാനൂർ വന്നു. തമ്പാനൂർ വഴി ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അവിടെ നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പോഴും അടുപ്പെല്ലാം കൂട്ടി വെച്ച ശേഷം അവിടെ വിശ്രമിക്കുകയാണ്. അടുത്ത പൊങ്കാല കഴിഞ്ഞ ശേഷം അവർക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ട്രെയിനിൽ കയറി അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ കൂടി കരുതിയാണ് അവർ ഇവിടെ തന്നെ പൊങ്കാല ഇടുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ തമ്പാനൂർ കഴിഞ്ഞു. തമ്പാനൂരിൽ നിന്ന് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ബണ്ട് റോഡാണ്. ബണ്ട് റോഡ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴി PRS ഹോസ്പിറ്റലിൻ്റെ സൈഡാണ്. നേരെ നമ്മൾ വീട്ടിലേക്ക്